Welcome to yet another episode of Law Point. ലോ പോയിന്റിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് UAE മാറുന്ന ലേബർ ലോയെ കുറിച്ചായിരുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ ഒരുപാട് സംശയങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നു. ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. ഈ ആഴ്ചയും നമ്മൾ അതേ ടോപ്പിക് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് അബ്ദുൾ അസീസ് ആണ്. വെൽക്കം സർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ലേബർ ലോയെ കുറിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് സംശയങ്ങളില്ലേ സർ? സാറിനും ഞങ്ങൾക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഇനിയും അതിനെക്കുറിച്ച് സാറിന് സംശയം ഉണ്ടെന്നല്ല, ആൾക്കാരല്ലേ സാറിനോട് സംശയം ചോദിച്ചിരുന്നു. നമുക്കും പ്രേക്ഷകർക്ക് നിരവധി സംശയങ്ങൾ മെയിലുകളായിട്ടൊക്കെ വരികയുണ്ടായി. ഇനിയും നമുക്ക് ബാക്കി പറയാനും ഉണ്ട് അല്ലേ മാറുന്ന ലേബർ ലോയെ കുറിച്ചിട്ട്. അപ്പം ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്യാത്ത ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പം എനിക്ക് ചോദിക്കാനുള്ള സാർ, ഇപ്പം ആക്സിഡൻസ് ഒക്കെ ഒരുപാട്, അല്ലെങ്കിൽ എന്താ പറയുക, കൺസ്ട്രക്ഷൻ മേഖലയാണല്ലോ ഇവിടെ UAE കൂടുതൽ കണ്ടു. അതെ അതെ. അപ്പം ആ ഒരു ആ സമയത്ത് നടക്കുന്ന ഒരു ആക്സിഡന്റ് എന്താണ്, അതായത് നമ്മുടെ തൊഴിലാളികൾക്ക് ഈ തൊഴിലുടമ തന്നെയാണോ അതിന്റെ ചെലവുകൾ വഹിക്കേണ്ടതെന്നൊരു സംശയം, അല്ലെങ്കിൽ അങ്ങനത്തെ ലോയിൽ എന്തെങ്കിലും മാറ്റം വരും? പുതിയ ലോയിൽ മാറ്റം ഉണ്ടെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്, പുതിയ ലോയിലുണ്ട്. ഇപ്പോൾ എംപ്ലോയ്മെന്റ് എന്തുമായിട്ട് ഇപ്പൊ കൺസ്ട്രക്ഷൻ തന്നെ ആവണമെന്നില്ല. എടുക്കുക, അതിലെ സാധ്യത കൂടുതലുണ്ട്. ഇപ്പൊ കൺസ്ട്രക്ഷൻ അല്ല, മറ്റ് ഫാക്ടറികളൊക്കെ ഉണ്ടല്ലോ ചെറിയ, അവിടെയൊക്കെ വന്നിട്ട് ആ തൊഴിലിന്റെ രംഗത്ത് ഒരു എംപ്ലോയ്മെന്റ് ഇഞ്ചുറി ഉണ്ടാകുകയാണ് എന്ന് വിചാരിക്കുക. അത് അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഡിസീസ്, അതിപ്പോൾ ആഡ് ചെയ്തതാണ്. തൊഴിൽ എംപ്ലോയ്മെൻറ്റ് ഇഞ്ചുറിക്ക് ട്രീറ്റ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം, പഠിക്കണമെന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. അതൊന്നും മാറുന്നത് വരെ കുറേയൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടെർമിനേറ്റ് ചെയ്ത് അങ്ങോട്ട് വിടും. അതാണ് എക്സിസ്റ്റിംഗ് ലോയിൽ പോകുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഇതിൽ വന്നേക്കുന്നത് ഈ എംപ്ലോയ്മെൻറ്റ് ഇഞ്ചുറി ഉണ്ടായാലും ഒക്യുപ്പേഷണൽ ഡിസീസ് ഉണ്ടായാലും, ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാക്ടറിയൊക്കെ ഉണ്ട്, അവിടെ നിന്നുള്ള ഗ്യാസും ഇതൊക്കെ ശ്വസിച്ചിട്ട് ക്യാൻസറോ അതുപോലൊക്കെ. അതിലിപ്പോൾ പുതിയ നിയമത്തിൽ മാറ്റം വന്ന നിയമത്തിൽ പറയുന്നത് ആ ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒക്യുപ്പേഷണൽ ഡിസീസ് മാറുന്നത് വരെ എംപ്ലോയർ ചികിത്സിക്കണം. എന്തൊരു റിലീഫാണത്. മറ്റേത് കുറച്ചൊക്കെ ചികിത്സിച്ച് പിന്നെ മതിയാവും, ശമ്പളം ഇല്ല. അത് മാത്രമല്ല, 6 മാസം വരെ ശമ്പളം കൊടുത്തിരിക്കണം, ഫുൾ സാലറി. അവന് ജോലിക്ക് വരാൻ വയ്യ, പകുതിയല്ല, ഫുൾ സാലറി കൊടുത്തിരിക്കണം. മുമ്പ് സ്ലാബ് വെച്ചിട്ടൊക്കെ ആയിരുന്നു പകുതിയും ഫുള്ളും ഒക്കെ. ഫുൾ സാലറി 6 മാസം മാക്സിമം കൊടുക്കുക. 6 മാസത്തിന് മുമ്പ് അസുഖം മാറുകയാണെങ്കിൽ കം ബാക്ക്. അത് കൊടുക്കുന്ന ബാധ്യതയുണ്ട്. ഇനി ചിലർ വിചാരിക്കും ഇനിയിപ്പോൾ ഈ 6 മാസം ശമ്പളം കൊടുക്കണം, ഇവനിത് ചികിത്സിക്കാൻ വേണ്ട, എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് അങ്ങോട്ട് വിട്ടാൽ സംഗതി തീരുമല്ലോ എന്നൊരു ധാരണ ഉണ്ട് എംപ്ലോയർ. ആ ധാരണയൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ പുതിയ നിയമത്തിൽ. ആ കാലഘട്ടത്തിൽ ഇവനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇല്ലീഗൽ. അതിന് കോടതി പോകാം, ലേബറിൽ പോകാം. എന്നെ ഇങ്ങനെ ടെർമിനേഷൻ ലെറ്റർ തന്നു കഴിഞ്ഞാൽ അതും കൊണ്ട് പോകാം. ടെർമിനേറ്റ് ചെയ്യരുത്, എനിക്ക് എൻ്റെ ബെനിഫിറ്റ് എല്ലാം കിട്ടണം, ഞാൻ സിക്ക് ലീവിൽ നിൽക്കുകയാണ്, ഇതാണെന്ന് പറഞ്ഞാൽ അവന് കിട്ടും. കണ്ടിന്യൂ അവിടെ വീട്ടിൽ പോയി ഇവിടെ ഇരുന്നാൽ മതി. നാട്ടിൽ പോയിട്ട് വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തിന്നാനൊന്നും ഇല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. അവിടെ കയറി ഇരുന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കും, ഭക്ഷണം കിട്ടും, എല്ലാം കിട്ടും. അതൊരു നല്ലൊരു ചേഞ്ചസ് ആണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. സാർ പറഞ്ഞ വാക്ക് തന്നെ വളരെ വലിയൊരു അല്ലേ, റിലീഫ് എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നവർക്കും വളരെ റിലീഫായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ തൊഴിൽ നടക്കുന്ന സ്ഥലത്ത് വെച്ചുള്ള ആക്സിഡൻസിനെ കുറിച്ചാണ്. അപ്പം അല്ലാതെ അയാൾ പുറത്ത് പോകുമ്പോൾ വഴിയിൽ നടക്കുമ്പോൾ അങ്ങനെ പറ്റുന്ന ഒരു ഈ നമ്മുടെ തൊഴിലുടമ തന്നെയാണോ സാർ? ഇല്ല, അതിന് തൊഴിലുടമ ബാധ്യസ്ഥനല്ല. ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞ് പോവുകയാണ്, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ചു, അല്ലെങ്കിൽ ഇവരാൾ സഞ്ചരിച്ച വണ്ടി ഇടിച്ചു, ആക്സിഡൻറ്റ് പറ്റി, കുറേ കടന്നുപോയി, അവിടെ നിന്ന് തൊഴിലുടമയ്ക്ക് യാതൊരു ബാധ്യതയില്ല. അത് റോഡ് ആക്സിഡൻ്റ് ആണ്, എംപ്ലോയ്മെൻറ്റ് ഇഞ്ചുറി അല്ല. റോഡ് ആക്സിഡൻറ്റിന് വേറെ നിയമങ്ങളുണ്ട് പണം കിട്ടാൻ. അവൻ്റെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ് ചെയ്തു, ഒരുവിധം മാറിക്കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി എത്രയുണ്ട്, എത്ര മുടക്ക് അവൻ ഇതിന് വന്നിട്ടുണ്ട്, അതിൻ്റെ ബേസിൽ he can file a claim petition. കോമ്പൻസേഷൻ ഫയലും ചെയ്യാം, കിട്ടിയിരിക്കും. ഇൻഷുറൻസ് കമ്പനി അതിന് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കിട്ടും. ചില ഇൻഷുറൻസ് ഇല്ലാത്ത ചില വണ്ടികളുണ്ട്, തേർഡ് പാർട്ടി പോലും എടുക്കാതെ ചില കൂടുന്ന കുറവ്, അതിടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പോകാൻ സാധിക്കില്ല. എന്നാലും കുറ്റങ്ങൾ ചെയ്യുന്നത് എല്ലായിടത്തും ഉണ്ടല്ലോ, അങ്ങനെ പിടിക്കുന്നുണ്ട് കുറേയൊക്കെ. പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എളുപ്പമാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ ഈ കേസ് കൊടുത്താൽ ഇവൻ്റെ പേഴ്സണൽ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ലല്ലോ. ഇത് കൊടുത്ത് പേഴ്സണലായിട്ട് കേസ് കൊടുക്കണം. അവനെ പിടിച്ചകത്തിട്ട് അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, പിടിച്ചകത്തിടും, ജയിലിൽ പോകും. കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് കുറേ അധികം പേര് ജയിലിൽ ദിയാമണി കൊടുക്കാനില്ലാതെ പാകിസ്ഥാനീസൊക്കെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിൽ എപ്പോഴും കാണുമല്ലോ. ഇത് ഇതാ കാരണം. അധികം ഇവരാണ് ഈ തേർഡ് പാർട്ടി എടുക്കാതെ വണ്ടി ഇട്ടോടി. ഭയങ്കര അപകടമായ കാര്യം. ഞാൻ ലേബറിൻ്റെ ഇടയിൽ കൂടെ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദിവസം പോലും വൈകിട്ട് നമ്മൾ തേർഡ് പാർട്ടി ഇല്ലാതെ ഓടരുത്. ചെറിയ കാശല്ലേ ഉള്ളൂ. കോംപ്രഹെൻസീവ് എടുക്കണമെന്നില്ല, വേണ്ട. തേർഡ് പാർട്ടി കമ്പൾസറി. അതെടുത്താൽ ഇത്രയും വലിയ അത്യാവശ്യം. ഇതിവിടെ ദിയാമണി വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കമ്പൾസറി ദിയാമണി മിനിമം 200,000 ദിർഹംസ് ആണ്. അപ്പോൾ എത്ര 20 ലക്ഷങ്ങൾ എത്രയായി നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ. അത് ഈ തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കുന്നത് വരെ ജയിലിൽ കിടക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ അധികം ജയിലിൽ കിടക്കുന്നുണ്ട്. കുറേ പേരെയൊക്കെ കുറേ നാൾ കിടന്നതിന് ശേഷം സംഘടനകൾ പണം പിരിച്ചു കൊടുത്ത് ചില നാഷണൽ അറബ്സൊക്കെ ചിലപ്പോൾ കാശൊക്കെ കൊടുത്ത് ഇറക്കി വിടുന്നുണ്ട് അവിടെ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് എംപ്ലോയർക്ക് ലയബിലിറ്റി ഇല്ല. സ്വയം വഹിച്ചോളണം. നമ്മൾ റോഡിൽ നടക്കുമ്പോൾ സ്വയം സൂക്ഷിക്കുക, സ്വയം രക്ഷപ്പെടുക. പിന്നെ വരുന്നത് വരട്ടെ എന്ന് നോക്കണം. ഇപ്പം നമ്മളിപ്പോൾ ആക്സിഡന്റ് കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കുള്ള മറ്റൊരു സംശയം വെച്ചാൽ മെഡിക്കൽ കാർഡ്. അപ്പം ചില കമ്പനികളൊക്കെ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ട് പുതുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പുതിയ ലോയിൽ അതിനെന്തെങ്കിലും ഭേദഗതി ഉണ്ട് സാർ? എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉറപ്പായിരിക്കണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും? മെഡിക്കൽ ഇൻഷുറൻസിന് സെപ്പറേറ്റ് ലോ തന്നെ ഉണ്ടല്ലോ. ഈ ലോയിൽ പെടുത്തണ്ട. അതിന് സെപ്പറേറ്റ് കമ്പൾസറി ഇൻഷുറൻസിൻ്റെ ലോ. അതിപ്പോൾ 2016 അവസാനത്തോടുകൂടെ എല്ലാ കമ്പനികൾക്കും വായിക്കാം. സ്റ്റേജ് ദുബായിയുടെ ഒരു പ്രത്യേകത അത്. സ്റ്റേജായിട്ട് കൊണ്ട് ഒറ്റ സുപ്രഭാതത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ കമ്പൽസറി കാർഡ് കൊടുക്കണമെന്ന് ഒരു കമ്പനിക്ക് വഹിക്കാൻ പറ്റില്ല. അതാണ് ദുബായിയുടെ ഇൻ്റലിജൻസ്. ദുബായ് 3 വർഷം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആക്കി സ്റ്റേജ്. ഇപ്പം തീരും 2016 എല്ലാവർക്കും വായിക്കാം. മെഡിക്കലും അവിടെ കിട്ടും. അതിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ആ മെഡിക്കൽ കാർഡ് കൊണ്ട് കിട്ടുന്നത് ഒരു ലിമിറ്റഡ് ട്രീറ്റ്മെൻറ്റും കൂടെ ആയിരിക്കും. ചെറിയ പൈസയൊക്കെ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാം കവറേജ് കിട്ടിയെന്ന് വരില്ല. എന്നാലും ഇത് തന്നെ വലിയ റിലീഫ് അല്ലേ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം. വലിയ റിലീഫാണ്. സാർ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു കമ്പനിയിൽ ഒരാളെ ജോലിക്ക് എടുക്കുന്നു. ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇപ്പൊ ജോലി ഇല്ല വർക്കില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവരുടെ വിസയിൽ തന്നെ നിന്നിട്ട് പറയും നീ പോയി വേറൊരിടത്ത് വർക്ക് ചെയ്തോളൂ, ചെറിയ ശമ്പളത്തിൽ നീ ജോലി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് പലരെയും ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിന് അങ്ങനെയുള്ള കാര്യത്തിൽ ഈ പുതിയ ലേബർ ലോയിൽ എന്താണ് ഈ ഒരു പ്രൊവിഷൻ ഉണ്ട് അത് തടയാൻ? ഇപ്പൊ ധാരാളമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ ഇപ്പോൾ കമ്പനിക്ക് വർക്കൊന്നുമില്ല, കാര്യമില്ല, തൊഴിലാളിയെ പിരിച്ചുവിടാൻ കമ്പനിക്കാർ ഉദ്ദേശിക്കുന്നില്ല. പിരിച്ചുവിട്ടാൽ ഇനി റീ അപ്പോയിൻറ്റ് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് വലുതാണ്. ഡിപ്പോസിറ്റും മറ്റു ചിലവുകളും ഒക്കെ എളുപ്പമല്ല. വിസ പാസ്സായി കിട്ടാൻ എളുപ്പമല്ല. ടെർമിനേറ്റ് ചെയ്ത ആൾക്ക് പകരമൊക്കെ കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വിളിച്ച് പറയുള്ളൂ, ഇവിടെ ഓർഡേഴ്സ് തീരെയില്ല, സപ്ലൈ ഇല്ല, കാശ് കുറേ കിട്ടാനുണ്ട്, നീ ഒരു 3 മാസം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ, പണിയെടുത്തിട്ട് വാ, 4 മാസം. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5-6 മാസം അവന് ഇവിടെയൊക്കെ പണിക്കിട്ട് ആവശ്യം വരുമ്പോൾ അവനെ തിരിച്ച് വിളിച്ച് വീണ്ടും കൊണ്ടുവരുന്ന ഒരു പരിപാടി വൈഡായിട്ടാണ്. അതും കൂടെ കണ്ടുകൊണ്ട് ഒരു പ്രൊവിഷൻ, ഒരു അമെൻമെന്റ് ഇതിൽ വന്നു. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ തന്നെ നമ്മൾ യാത്ര ചെയ്യാൻ നിൽക്കുമ്പോൾ കാറിൽ അല്ലേ ലിഫ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇപ്പൊ ജോലി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം പറ്റി, അവരുടെ വിസയിൽ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ പോകുന്ന കാറിന്റെ ലിഫ്റ്റ് എടുത്തിട്ട് കള്ള ടാക്സി ആയിട്ട് ഓടുന്നത് വേറെ നിയമമുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ബാനും ഡിപ്പോർട്ടേഷനും ഉണ്ട് അതിന്. പറയാനും പറ്റില്ല ഇവരുടെ വിസയിലാണ്, അതൊന്നും പറയാൻ പറ്റില്ല. വിസ അതിന് വിസ വേണ്ട, കാറിൽ കയറി ഇരുന്നാൽ മതി. അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. അത് വേറെ ലോ തന്നെ പിന്നെ ഡിസ്കസ് ചെയ്യാം നമ്മൾ. ഇത് വന്നു കഴിഞ്ഞപ്പോൾ തൊഴിലില്ല എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പണിയെടുക്കും. പണിയെടുത്ത് കഴിഞ്ഞിട്ട് ആ പണിയെടുത്താൽ പിടിക്കപ്പെട്ടാൽ ഒരാൾ ജോലി കൊടുത്തു എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ 50,000 ദിർഹം ഫൈൻ ഓണർക്ക്, ആ ജോലി കൊടുത്ത ആൾക്ക്. ഇവന് ലൈഫ് ബാനും ഡിപ്പോർട്ടേഷനാണ്. അത് വേറെ. അത് കൂടാതെ ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടി പുതിയ ലോയിൽ പറഞ്ഞു 3 മാസം വരെ ആർക്കെങ്കിലും തൊഴിലില്ലാതെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ വിവരം അവിടെ അറിയിക്കണം, മിനിസ്ട്രിയിൽ അറിയിക്കണം, ലേബർ മിനിസ്ട്രിയിൽ 3 മാസം. അതവൻ അറിയിച്ചില്ലാതെ വീണ്ടും അവനിങ്ങനെ നടക്കുകയാണെങ്കിൽ പിടിക്കപ്പെട്ട 1 കൊല്ലത്തെ ബാൻ അവന് വരും, ക്യാൻസലേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ അലച്ചിൽ ജോലി
ഒന്ന് ഒഴിവാക്കി അതെ. നോർമലൈസ് ചെയ്ത് പോകാനുള്ള ഇതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിൽ എത്രയോ പേര് നമുക്കറിയാമല്ലോ ജോലി ഇല്ലാതെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പെട്ട് അങ്ങനെയുള്ളവരെ അറിയിക്കുന്ന അതും ഭയങ്കര നല്ലത്. അത് ഇതിൽ തന്നെ പ്രൊവിഷൻ ഉണ്ട്. അവനത് ഗുണമാണ് റിപ്പോർട്ട് ചെയ്താൽ. അതെ അതെ. ജോലിയില്ല, കമ്പനി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഐഡിയലാണ്, അതുകൊണ്ട് എനിക്ക് പണിയില്ലാതെ നിൽക്കുകയാണ്, ഞാൻ 3 മാസമായിട്ട് എനിക്ക് ജോലിയില്ലെന്ന് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ പെർമിറ്റ് വേണമെങ്കിൽ തരും, വേറെ കമ്പനിയിലേക്ക് മാറാനുള്ള പെർമിഷൻ കിട്ടും. അതും കൂടി ഈ ലോയിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പം വെറുതെ ഒരു തൊഴിലാളിയെ കൊണ്ടുവന്ന് ബാനടിച്ച് അവനെ നാട്ടിൽ വിടാനല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ വിടുന്നില്ല, നിനക്ക് വേറെ തൊഴിൽ വേണോ, കിട്ടാൻ സാധ്യതയുണ്ടോ, ഒരു ഓഫർ ലെറ്റർ കൊണ്ടുപോവാ, നിനക്ക് തന്നേക്കാൻ ജോലി കൊടുക്കുന്നുണ്ട്. അതാണ് ആ മൂവ്മെന്റ് ഓഫ് ദി എംപ്ലോയീസ്. സ്മൂത്താക്കി അത് മിനിസ്റ്റർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതാണ് അത് എവിടെ സ്മൂത്താക്കി. പക്ഷെ ലോയുടെ പ്രൊവിഷൻസ് ഒക്കെ പഠിച്ചാൽ കാണാൻ ഹൈലി സ്മൂത്താക്കി. അവൻ ഫ്രീ ആണ് ഇന്ന് മൂവ് ചെയ്യാൻ. അതായത് തൊഴിലെടുത്ത് ജീവിക്കാൻ ഈ തൊഴിലാളിയെ അനുവദിക്കുന്ന നിയമം ആ രീതിയിലാണ് ആ മാറ്റി വന്നേക്കുന്നത്. പിന്നെ അത് തന്നെ ഈ 3 മാസമല്ല, അതിനും റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും കേസിൽ കോടതിയിൽ കേസ് കണക്കാണെന്ന് വെച്ചാൽ ലേബർ കേസോ എന്നിട്ട് അപ്പോൾ തൊഴിലുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ 6 മാസം കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതി. ഈ 3 മാസത്തിനുള്ളിൽ തന്നെ വേണമെന്നില്ല. അങ്ങനെ റിലാക്സ് ഒരുപാട് പ്രാക്ടിക്കലാണ്. അറിയില്ല അവിടെ ഇഗ്നറൻസ് ഓഫ് ലോ. ബട്ട് ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. അതാണ് വേൾഡ് ഡിക്റ്റം. നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. ഒരു ലോ പാസ്സാക്കി കഴിഞ്ഞാൽ ദ പ്രിസംപ്ഷൻ ഈസ് ദാറ്റ് വി ഓൾ ഹാവ് നോൺ ഇറ്റ്. നമ്മളിതൊക്കെ അറിഞ്ഞു എന്നുള്ളൊരു പ്രിസംപ്ഷനാണുള്ളത്. അപ്പം ഇപ്പം നമ്മളൊരു കുറ്റം ചെയ്തിട്ട് അവിടെ കോടതിയിൽ കേസെടുത്ത് ക്രിമിനൽ കേസെടുത്ത് അങ്ങനെ പോയി ആ കോടതി ചെന്നിട്ട് പറയുമ്പോഴേ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് അല്ല. അവനറിയാൻ പാടില്ലായിരിക്കാം. നിയമം അറിഞ്ഞിരിക്കണം. ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും നിയമം അറിഞ്ഞിരിക്കണം. അതായപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഇവിടെ വന്നിറങ്ങിയ ആൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ അയാൾ ഇവിടുത്തെ നിയമത്തെ പറ്റി ആദ്യം അന്വേഷിക്കണം, എന്നിട്ട് ലീഗലായിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു മേഖലയെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കൂടുതലും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാർ തന്നെയാണ്. അപ്പം നമുക്ക് ഈ ശമ്പളം കൊണ്ട് പറ്റാത്തതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ്, ലോണ്, അങ്ങനെ പല കാര്യങ്ങളിലൂടെയാണല്ലോ ജീവിക്കുന്നത്. അതിന്റെ എൻഡ് എന്താണെന്ന് നോക്കണം. അതാണ്. അപ്പം സർ അതിൽ അങ്ങനെയുള്ളതിൽ ഒരുപാട് പേര് ഇപ്പം പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ മന്ത്ലി ഒരു പേയ്മെന്റ് അടയ്ക്കുന്നത് പക്ഷെ എത്ര അടച്ചിട്ടും തീരുന്നില്ല എന്നുള്ളത് എന്താണെന്നുള്ളത് പലരും അതിനെക്കുറിച്ച് അറിയില്ല. അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമുക്കറിയാം. ക്രെഡിറ്റ് കാർഡൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതിനെന്താണ് സാർ അതിൻ്റെ ലോ വശം? ഇനി പുതിയ ലോയിൽ എന്താണ് അതിന് വരുന്ന മാറ്റങ്ങൾ? അതിന് തന്നെ ലോസ് ഒക്കെ ഉണ്ട്. ബാങ്കിങ് ലോയിൽ വരുന്നതാണ്, ലേബർ ലോയിലേക്ക് അത് വരുന്നില്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡിൽ ലോൺ എടുക്കുന്ന മുഴുക്ക ലേബറേഴ്സ്, വലിയ ബിസിനസ്സുകാരുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് പലരും ഇപ്പോൾ നമ്മുടെ യു.എ കംപ്ലീറ്റ് നോക്കിയാലും ജയിലിലെ മേജർ പാർട്ട് ഈ ലോൺ എടുത്തവരും ക്രെഡിറ്റ് കാർഡ് എടുത്തവരാണ്. അതിൻ്റെ ഡിഫോൾട്ടാണ് ക്രെഡിറ്റ് കാർഡിന്. കാരണം ഈ കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അടച്ചിട്ട് തീരില്ല സാറേ, അതിൻ്റെ ഇരട്ടി പിന്നെയും വരികയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ തരില്ല. എത്ര ഒന്ന് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, നിനക്ക് ഇത്രയും ബാക്കിയുണ്ട്, അത് നീ അടച്ചോളണം എന്ന് പറയും. അങ്ങനെ അടക്കുക. അതിപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഗൾഫ് ന്യൂസിൽ റിപ്പോർട്ട് വന്നു. ഒരാൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ ഇയാൾ അത് എടുത്തിട്ടില്ല. ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല, ഒരു 10 പൈസ പോലും എടുത്തിട്ടില്ല. അപ്ലൈ ചെയ്തു, പാസ്സാക്കുകയും ചെയ്തു. ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല. അതിൽ നിന്ന് ഒരു രൂപ, ഒരു ദിർഹം പോലും അയാൾ വിഡ്രോ ചെയ്തിട്ടുമില്ല, ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കൊല്ലം മറ്റേ കടന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ സെക്യൂരിറ്റി ചെക്ക് എടുത്ത് പോലീസിൽ കൊടുത്തു. 7000 ദിർഹം കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ ഗൾഫ് ന്യൂസ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതാണ് അത് എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്നുമില്ലാത്ത ആളുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണ്. ഗൾഫ് ന്യൂസ് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തൊക്കെ. ഞങ്ങൾക്ക് അത്ര തരാനുണ്ട്. ബാങ്കിൻ്റെ റിപ്ലൈ അത് തന്നെയായിരുന്നു. എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ എടുക്കാൻ പറ്റുമല്ലോ, പണം വാങ്ങിയെങ്കിലല്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോഴും ജനങ്ങളെ അജ്ഞരാണ്. ഇതിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു മീഡിയക്ക് പോലും അപ്പോൾ അവിടെ പറയാൻ പറ്റിയില്ല. ചെയ്യേണ്ടതുണ്ട്, കോടതി പോകണം, എടുത്തിട്ട് കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുക്കണം. അത് ചെയ്തിട്ടില്ല. അന്ന് കുറേ പേര് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുക. അത് ലോണും കഴിയുന്നത്ര എടുക്കാതിരിക്കുക. ഉണ്ടെങ്കിൽ കറക്റ്റ് ഡേറ്റിന് നടക്കാൻ പറ്റിയ ഒരുവിധമൊക്കെ രക്ഷപ്പെട്ടു പോകാം. ഒരു ദിവസം തെറ്റിയ ഇതങ്ങ് പോകും, ഷൂട്ടപ്പ് ചെയ്യും. ഇങ്ങനത്തെ ലോയിൽ നമുക്കിപ്പോൾ ഈ ലേബറേഴ്സിന് എന്താണ് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പുതിയ ലോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ? ലേബറേഴ്സിനോട് ഇപ്പോൾ പറയാനുള്ളത് ക്രെഡിറ്റ് കാർഡ് കഴിയുന്നത്ര എടുക്കാതിരിക്കുക. കയ്യിൽ എന്നുവെച്ചാൽ
ക്രെഡിറ്റ് കാർഡ് എടുക്കുകയെന്ന് വെച്ചാൽ എൻ്റെ കപ്പാസിറ്റീൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ജീവിക്കാൻ പോവുകയാണ്. എനിക്ക് 5000 ദിർഹം വരുമാനം ഉണ്ടെങ്കിൽ 5000-ൻ്റെ അകത്ത് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ 10,000-ൻ്റെ സ്റ്റൈലിലേക്ക് മാറുകയാണ്. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. എൻ്റെ ഇപ്പം നേരത്തെ ഇപ്പോൾ ചോദിച്ചതുപോലെ എൻ്റെ ഇപ്പം ജയിലിലാണ്. ഇതിങ്ങനെ കയറി വരും. ഇവിടുത്തെ ലയബിലിറ്റി ഒതുക്കാൻ വേണ്ടി വേറൊരു ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ആ പണം ഇങ്ങോട്ട് മാറ്റി ഇത് തീരും. അപ്പോഴേക്കും അവിടെ ഇരട്ടിയാവും. പിന്നെ മൂന്നാമത്തെ ഒരെണ്ണം എടുക്കും. ലാസ്റ്റ് വരുമ്പോഴേക്കും ഇതടക്കാൻ വയ്യാതാകുമ്പോൾ ഈ ബാങ്കുകളൊക്കെ ചെക്ക് പോലീസിൽ കൊടുക്കും. ഇതാണ് ക്രിമിനൽ കേസാണ്, ഇത് സിവിൽ കേസല്ല വരുന്നത്. സെക്യൂരിറ്റി ചെക്ക് ബൗൺസാക്കി പോലീസിൽ കൊടുക്കില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തോട്ട് ജയിലിൽ കിടക്കണം. ഫാമിലി കുട്ടികളുമൊക്കെ ഇവിടെ ആരില്ലാതെ കിടക്കുന്നത് ഭർത്താവ് ജയിലിലാണ് ചെക്ക് ബൗൺസിങ് കേസിലൊക്കെ. അങ്ങനെ എത്രയോ കേസുകൾ വരുന്നുണ്ട്. മിസറബിളാണ് വളരെയധികം. അപ്പോൾ സൂക്ഷിക്കുക. സാർ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാതെ തന്നെ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. പിന്നെ എന്തെങ്കിലും ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നേരിട്ട് കോടതിയെ പാടും. ഇപ്പം അധികം പേരും കോടതി പോകുന്നില്ല. കോടതി പോകാത്ത കാര്യം വക്കീൽ ഫീസും കോർട്ട് ഫീസും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതാണ്. പിന്നെ ചെറിയ ഇതിലൊക്കെ കാശൊക്കെ ആണെങ്കിൽ അടക്കും. ഇത് തന്നെയാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്. ഇപ്പം ഞങ്ങൾക്കൊരു കേസും ഉണ്ടായിരുന്നു. അത് സമയമുണ്ടെങ്കിൽ അതിപ്പോൾ പറയാം. അല്ലെങ്കിൽ ഒരു കേസ് ഇതുമാതിരി അടച്ചു തീർത്ത കേസ്. അതായത് 2 വർഷം മുമ്പ് ക്ലോസ് ചെയ്തതാണ്. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. ക്രെഡിറ്റ് കാർഡ് ലോണും കൂടെ എടുത്തു. ഒരു ലേഡി, അവർ 2 വർഷം കഴിഞ്ഞിട്ട് അവരുടെ കുട്ടിയായിട്ട് നാട്ടിൽ പോകാൻ എയർപോർട്ടിൽ ചെന്നു, ദുബായ് എയർപോർട്ടിൽ. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. കാരണം ബാങ്ക് അന്വേഷിച്ചപ്പോൾ ബാങ്ക് കേസ് കൊടുത്തതാണ്. അപ്പോൾ ഇവരുടെ രേഖകളൊക്കെ ഉണ്ട് കൊടുത്ത് തീർത്തതായിട്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇമ്മീഡിയറ്റ് ജാമ്യം കിട്ടാൻ ഇവരുടെ നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് സാധനം കയ്യിലുണ്ടായതുകൊണ്ട് ജാമ്യം കിട്ടാൻ എളുപ്പമുണ്ടായി. ഇവരെല്ലാം അടച്ച് തീർത്തതുമാണ്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെക്ക് എടുത്ത് രണ്ടാമത് പിന്നെയും കൊടുക്കും പോലീസിന്. ബാങ്ക് മനഃപൂർവ്വം തരില്ല. ഒരു ചെക്കും തിരിച്ചു തരില്ല. നിങ്ങൾ പ്രധാനമായിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ വേണ്ടത് ഒരു നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും തരാനില്ല, ഒക്കെ എന്തായാലും അത് ചെക്ക് ചോദിച്ചാൽ തരില്ല. ഈ ലോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചാലും അപ്പം തരില്ല. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. എല്ലാ ബാങ്കും അതാ ചെയ്യും. 4 ദിവസം കഴിഞ്ഞ് നമ്മളോട്ട് പോകില്ല. കുറച്ച് തീർത്തല്ലേ മറന്നു. എന്നിട്ട് പിടിച്ചാൽ നേരകത്ത് പോകും, ജയിലിൽ പോവുക. നമുക്കത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അവർ തരില്ല, റൂളാണ്. അവരുടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ചെക്കിലാണ് ഈ ഒപ്പിടുന്നത്. എന്നിട്ട് ഇവർ പിന്നെ പോയി ജാമ്യം എടുത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ഇവിടുത്തെ ഒരു പ്രോമിനൻറ്റ് ബാങ്കാണത്. ഞങ്ങൾ ബാങ്കിനെതിരായിട്ട് കേസ് കൊടുത്തു. കോമ്പൻസേഷൻ 1 ലക്ഷം ചോദിച്ചുള്ളൂ. അവരുടെ ഒരു കോർട്ട് ഫീ അടക്കാൻ കാശില്ലാത്തതുകൊണ്ട് വലിയ എമൗണ്ട്, $500,000 ചോദിക്കാം. നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള എമൗണ്ട് ചോദിക്കാം. എന്നാൽ കുറേ കൂടെ കിട്ടും. ഇപ്പോൾ ഒരു 60,000 ദിർഹം കോടതി കോമ്പൻസേഷനായിട്ട് ബാങ്ക് കൊടുക്കുക. ബാങ്ക് തരുന്നത് ബാങ്ക് അപ്പീൽ പോയി. അപ്പീലിൽ ബാങ്ക് തോറ്റു. ഞങ്ങൾ എക്സിക്യൂഷൻ കൊടുത്തു. വിധി നടത്തലും തരാതിരിക്കാൻ പല പണിയും കഴിച്ചു. ഞങ്ങൾ അറ്റാച്ച്മെൻ്റ് എടുത്ത് ബാങ്കിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. എൻ്റെ ഓർഡർ എടുത്ത് തിരിച്ചു. അവസാനം പണം അടച്ചു. ഇപ്പോൾ വാങ്ങി കഴിഞ്ഞ 2 മാസം മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രീവൻസസ് വന്ന കോടതി പോയാൽ നീതി കിട്ടും. ഇത് ഇറ്റ് ഈസ് എ ലാൻഡ് ഓഫ് ജസ്റ്റിസ്. ഇവിടെ നീതി കിട്ടും. പ്രോമിനൻ്റ് ബാങ്കിനെതിരായിട്ടാണ് കോടതി വിധി വന്നത്. ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഉള്ള ബാങ്കുകളൊക്കെ ആണ്. അപ്പോൾ അതാണ് നീതി കിട്ടും. നിങ്ങളൊന്നും പേടിക്കാനില്ല. സ്ട്രൈറ്റ് ആണ്. നിങ്ങൾ അർഹിക്കുന്ന നീതിയാണെങ്കിൽ ഗോ ടു ദ കോർട്ട്, കിട്ടും. ആ ചിലവാക്കുന്ന കാശടക്കം കിട്ടും. കോടതി ഫീ അടക്കം കൂട്ടിയിട്ട് കിട്ടുക. സർ, അതുപോലെ തന്നെ ഈ ലേബറിലെ ഒരു സംശയമാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത് സാറിനോട്. ഇപ്പം ഒരു തൊഴിലാളി ഒരു ക്രിമിനൽ കേസിൽ പെട്ടു. അപ്പോൾ അയാളെ ആ കമ്പനിക്ക് നിലനിർത്തണം എന്നുള്ള നിയമമുണ്ടോ? അതോ ഇത്ര ദിവസത്തിനുള്ളിൽ പിരിച്ചു വിടണം, ശമ്പളം കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ലേബർ ലോയിൽ വരുന്നു? ചോദ്യം മനസ്സിലായി. അതായത് ഇപ്പോൾ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് ഒരു ക്രിമിനൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ പണം അടിച്ചു മാറ്റിയേ, അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടിയ പണം ഇവിടെ കൊണ്ട് നടക്കാതിരിക്കേ, അപ്പോൾ നാച്ചുറലായിട്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കും. കോടതിയിൽ വരും. ക്രിമിനൽ കേസ് ഈ ക്രിമിനൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ എന്ത് ചെയ്യണമെന്നായിരിക്കും ഇപ്പോൾ ചോദ്യം. കമ്പനി ടെർമിനേറ്റ് വിടാൻ പറ്റുമോ, അവിടെ ഇരിക്കാൻ പറ്റുമോ? ടെർമിനേറ്റ് വിടാൻ പറ്റില്ല. ഇയാൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ക്രിമിനൽ കേസ് അവിടെ പെൻഡിങ് ഉള്ളതുകൊണ്ട്. ഇപ്പം അതെ, കമ്പനി ഉടമയ്ക്ക് ഇയാളെ പറഞ്ഞു വിടാൻ ഇയാൾക്ക് പോകാൻ പറ്റില്ല. ക്രിമിനൽ കേസ് പെൻഡിങ് ഉണ്ട്. അപ്പം രാജ്യം വിട്ടു പോകാൻ പറ്റില്ല. അതൊന്ന്. അപ്പോൾ ഇതുവരെ ചെയ്തിരുന്നത് എന്താണ്? അവനൊരു സസ്പെൻഷൻ ഓർഡർ കൊടുക്കും. എന്നിട്ട് പുറത്ത് നിർത്തും കേസ് കഴിയുന്നത് വരെ. അപ്പോൾ ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് അങ്ങനെ ഒരു സസ്പെൻഷൻ ഓർഡർ കൊടുത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയാൽ ഈ കേസൊക്കെ കഴിഞ്ഞ് ഇവൻ കേസിന് ഇപ്പോൾ വെറുതെ വിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ തിരിച്ചു വരും. ഞാൻ എൻ്റെ കേസ് കോടതി വെറുതെ വിട്ടു, എന്നെ കയറ്റണമെന്ന് പറഞ്ഞാൽ
അവൻ ആ സസ്പെൻഷൻ കാലത്തേക്കുള്ള ഒരു പേയ്മെന്റ് കൊടുക്കണം, സബ്സിസ്റ്റൻസ് അലവൻസ്. അതായത് തിരിച്ചു വരുമ്പോൾ അപ്പോൾ 4 മാസം കേസ് കണക്കാൻ ഒരു 6 മാസം എടുത്തു. 6 മാസം സസ്പെൻഷനിൽ പുറത്ത് നിൽക്കുകയാണല്ലോ, കേസിൽ ഇവനെ വെറുതെ വിടുകയും ചെയ്തു, തെളിവില്ലാന്നും പറഞ്ഞു. ഇവൻ തിരിച്ചു വരണം എൻ്റെ 6 മാസത്തെ പേയ്മെന്റ്, അപ്പം ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പം പ്രിസ്ക്രൈബ്ഡ് പേയ്മെന്റ് ഉണ്ട്, അത് കരുതിട്ട് കയറ്റണം. ഈ പുതിയ നിയമം അനുസരിച്ച് ഇവനെ സസ്പെൻഡ് ചെയ്യാം. കേസ് തള്ളിപ്പോയെങ്കിൽ ഇവൻ അനുകൂലമായിട്ട് ഇതിനെ വെറുതെ വിട്ടെങ്കിൽ അവൻ തിരിച്ചു വരുമ്പോൾ ജോലി കൊടുക്കാം, ഒന്നും കൊടുക്കണ്ട, ഒരു പേയ്മെൻറ്റും കൊടുക്കണ്ട ആ കാലഘട്ടത്തിലേക്ക്. അത് ക്യാൻസൽ ചെയ്തു. തിരിച്ചു വരുമ്പോൾ അവനെ എടുക്കണമെന്നൊന്നുമില്ല, അവനെ ടെർമിനേറ്റ് ചെയ്യാം. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ടെർമിനേഷന്റെ ബെനിഫിറ്റ് ഒക്കെ കൊടുക്കണം. സാധാരണ ഒരാളെ ടെർമിനേറ്റ് ചെയ്തതുപോലെ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ട. അപ്പൊ പോകാൻ പറ്റില്ല അവന്. കേസ് അല്ല, പറ്റില്ല, കമ്പനി ചെയ്യേയില്ല. എന്താണെന്ന് വെച്ചാല് വിധി വന്നാൽ അകത്ത് പോകാൻ ആളിവിടെ വേണമല്ലോ. അവനെ ടെർമിനേറ്റ് ചെയ്തിട്ട് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഇവരുടെ പർപ്പസ് നടക്കില്ല. കംപ്ലൈന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന അവനെ ശിക്ഷിക്കാനാണ്. ശിക്ഷിക്കപ്പെടേണ്ട ആൾ ഇവിടെ ഉണ്ടാകണം. അവന് ഞാൻ ടെർമിനേറ്റ് ചെയ്യില്ല. പിന്നെ എൻ്റെ ഒറ്റ മാർഗം സസ്പെൻഡ് ചെയ്ത് നിർത്തുക. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ സസ്പെൻഷൻ പീരീഡിൽ പേയ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ അത് വേണ്ട. ഞാൻ അവൻ തിരിച്ചു വന്നു വെച്ചാൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യാം. വേറെ ഒന്നുണ്ട്, കേസ് ഇനി അവനെതിരായിട്ട് വിധി വന്നു എന്ന് വിചാരിക്കുക, ജയിലിൽ പോയി, അവനെ ശിക്ഷിച്ചു, ഇന്ന് ജയിലിൽ പോയി, അല്ലെങ്കിൽ ഫൈൻ ഇട്ടു. അങ്ങനത്തെ ഒരു ഓർഡർ വരികയാണെങ്കിൽ ഇപ്പം ഒരു 4-5-6 കൊല്ലം വർക്ക് ചെയ്ത ആളാണ്, അവൻ്റെ ഒരു ബെനിഫിറ്റും കൊടുക്കണ്ട ക്രിമിനൽ കേസിൽ പെട്ടുകൊണ്ട്. അത് ആർട്ടിക്കിൾ 120 ലേബർ ലോയിൽ അത് അങ്ങോട്ട് പോകും, കൊടുക്കാതെ പറഞ്ഞുകൂടാ. അപ്പോഴും ബെനിഫിറ്റ് അതാണ് ഇവനെ പിടിച്ചാൽ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ഈ ബെനിഫിറ്റ് ജയിച്ച് കേസ് കമ്പനി ജയിച്ചിങ്ങോട്ട് വന്നാലും നമുക്കൊന്നും കൊടുക്കണം, വളരെ ഹാപ്പി, ഒന്നും ഇല്ലാണ്ട് പോയിക്കണം. ഇനി വന്നാലോ കേസ് ഇപ്പോൾ തോറ്റിങ്ങോട്ട് വന്നാലും ഒന്നും കൊടുക്കണ്ട, കയറ്റിയിരുത്താലേ പറഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടും. ആ ഒരു ചേഞ്ചിന്റെ ഇതില്ല അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് സർ. ഇന്ന് സാബുവിന്റെ മെയിലാണ് നമുക്ക് വായിക്കാനുള്ളത്. അതെ, സാബു പറഞ്ഞിരിക്കുന്നത് സാബു ഒരു കമ്പനിയിൽ കുറെ വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ സാബുവിന്റെ വിസ ഈ മാസം 28-ന് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കറിയില്ല, ഇവിടെ ഗ്രേസ് പീരീഡ് ഉണ്ട്, 1 മാസം കൂടെ നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ സാബുവിന് ഈ കമ്പനിയിൽ തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് 1 മാസം മുന്നേ വിസ പുതുക്കണ്ട എന്ന് നോട്ടീസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കമ്പനിക്ക്. പക്ഷേ കമ്പനിയിലുള്ള ആൾക്കാർ നിർബന്ധിക്കുകയാണ് ഈ ഗ്രേസ് പീരീഡിലും വർക്ക് ചെയ്യണം എന്നും പറഞ്ഞു. അപ്പം അതിനെതിരെ സാബുന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? കാരണം സാബുന് വർക്ക് ചെയ്യണ്ട ഈ 28 കഴിഞ്ഞാൽ. പക്ഷെ അവർ കമ്പൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കാരണം ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിട്ടണമല്ലോ. അപ്പം എന്ത് ചെയ്യണം എന്നാണ് സാബു ചോദിക്കുന്നത്. അതായത് ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ടൈമാണ്. ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സാബ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആ വിസ പുതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പുതുക്കാനുള്ള ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞവർ കിട്ടും. അപ്പോൾ പുതുക്കിയിരിക്കണം. അതല്ലെങ്കിൽ വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് പോകുന്നതിനുള്ളൊരു ഗ്യാപ്പ്, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു ഗ്രേസ് പീരീഡ് 1 മാസം. ഇങ്ങനെ 2 ഇതിൽ ഗ്രേസ് പീരീഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നീ വിസ 1 മാസം തീർന്നു, ഇനി നീ പോയി ഒരു ഗ്രേസ് പീരീഡിന് വേണ്ടി ഇവിടെ പണിയെടുക്കുമെന്ന് പറയാൻ അത് ഗ്രേസ് പീരീഡ് ഇപ്പം പറ്റില്ല. എന്ന് ഇപ്പം സാബുവിന് ചെയ്യാനുള്ളത് ലേബറിൽ പോയിട്ട് ഈ നേരത്തെ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട പുതുക്കണ്ടെന്ന് പറഞ്ഞ് പേപ്പർ കൊടുത്തു. ആ നോട്ടീസിന്റെ കോപ്പിയും ഒക്കെ ആയിട്ട് ലേബറിൽ ഒരു പെറ്റീഷൻ കൊടുക്കുക. എൻ്റെ വിസ തീർന്നു, ഞാൻ നേരത്തെ നോട്ടീസ് കൊടുത്തിരുന്നു, പുതുക്കാതിരിക്കാൻ, പുതുക്കി തരുന്നില്ല, വിസ കഴിഞ്ഞാൽ ലീഗൽ സ്റ്റേ ആവും, അതുകൊണ്ട് എൻ്റെ വിസ ക്യാൻസൽ ചെയ്യിക്കണം. അവർ വിളിപ്പിച്ച് ക്യാൻസൽ ചെയ്യിച്ചു തരും. പിന്നെ 1 മാസം പണിയെടുത്തോട്ടെ പോയിക്കോട്ടെ എന്നിട്ട് ക്യാൻസൽ ചെയ്യുന്നൊന്നും ലേബറിൽ നിന്ന് പറയില്ല. അതിനുള്ള വകുപ്പുണ്ട്. ആശ്വസിക്കാം. അതെ, ഇപ്പൊ നമ്മള് ഈ എപ്പിസോഡിലുടനീളം പറഞ്ഞ പോലെ തന്നെ കോടതിയിൽ പോകും, നമുക്ക് നീതി ഉറപ്പായിട്ടും കിട്ടുന്നത് തന്നെയാണ് സാബുവിനോടും നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഇവിടെ റെമഡി ഉണ്ട്. റെമഡി ഇല്ലാത്ത ഒന്നുമില്ല. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് യുഎയിലെ പുതുക്കിയ ലേബർ ലോയെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പം സാറ് പലപ്പോഴായിട്ട് ഉപയോഗിച്ച റിലീഫ് എന്ന വാക്ക് വീണ്ടും എല്ലാ തൊഴിലാളികൾക്കും ഒരു റിലീഫ് തന്നെ ആയിരിക്കും നമ്മുടെ പുതുക്കിയ ലോ എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് സാർ 2 എപ്പിസോഡിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. താങ്ക് യു സോ മച്ച് സാർ. ലോ പോയിന്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണാം. നന്ദി, നമസ്കാരം.